الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم حميم تنزيل الكتاب من الله العزيز العليم يا أيها الناس اتقوا الله وعباد الله ബഹുമാനമുള്ള വിശ്വാസികളെ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കുന്ന വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും രോഗങ്ങൾ ഷാഫിയായ റബ്ബ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാരുടെയും കബറിടങ്ങളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു പദമാണ് സൂഫിസം അല്ലെങ്കിൽ സൂഫി ആചാര്യൻ. ഇങ്ങനെയുള്ള ഈ സൂഫിസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ വെല്ലുവിളിക്കുന്ന അവസ്ഥ ഇന്ന് ലോകത്ത് സംജാതമാക്കിയിട്ടുണ്ട്. മുസ്ലിങ്ങൾ അത് മനസ്സിലാക്കുകയും യഥാർത്ഥ സത്യത്തിലേക്ക്, ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുവാൻ വേണ്ടിയാണ് ഇൻഷാ അല്ലാഹ്
ഈ കുത്തുബയിലൂടെ ഉദ്ബോധിപ്പിക്കുന്നത്. ഈ വിഷയം മനസ്സിലാക്കി നമ്മൾ യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്, ആ പദം ആരാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? നമുക്കിന്നറിയാം, നമ്മൾ സാധാരണ മുസ്ലിം എന്ന് പറഞ്ഞാല് മീഡിയകളില് ഒരു ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്ന കാലഘട്ടമാണ്. എന്തിന്റെങ്കിലും പേരിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നടക്കുന്ന സംഭവത്തിന്റെ പേരിലോ മുസ്ലിം എന്ന് പറയുന്ന ഈ പദത്തെ ഭയപ്പെടുത്തുന്ന രീതിയിൽ, ലോകത്തെ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ജനങ്ങൾ ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം സൂഫി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ മനസ്സിൽ, ജനങ്ങളുടെ മനസ്സിലൊരു ദയ തോന്നുകയും കാരുണ്യമുണ്ടാവുകയും, അല്ലെങ്കിൽ അവർ കരുണയുടെ വക്താക്കളായിരുന്നു, സ്നേഹത്തിന്റെ വക്താക്കളായിരുന്നു എന്ന് തോന്നിക്കുന്ന അവസ്ഥയിലും മീഡിയ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അതിന് ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ, ഇന്ന് ഇന്ത്യയിലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സൂഫി സംഘടനയുടെ വക്താക്കൾ അവർ ജനങ്ങളെ ഉപദേശിക്കുമ്പോൾ ജനങ്ങളോട് പറയുന്നത്, അല്ലയോ മനുഷ്യരെ, മാലോകരെ, നിങ്ങൾക്ക് സ്നേഹവർദ്ധൻ, നിങ്ങൾക്ക് എന്റെ സ്നേഹം ഉണ്ടായിരിക്കും. ഒരു മുസ്ലിം ആണ് എങ്കിൽ, ഒരു മുസ്ലിമിന്റെ ആദർശമാണ്, പ്രവാചകന്റെ ആദർശമായിരുന്നു എങ്കിൽ അവിടെ ഒന്നുകിൽ അള്ളാഹുവിന്റെ സലാം കൊണ്ടാണ് തുടങ്ങുന്നത്, അവസാനിപ്പിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കും. അപ്പോൾ അവരുടെ പ്രഭാഷണങ്ങളിലോ അവരുടെ ക്ലാസ്സുകളിലോ ഇങ്ങനെയുള്ള തെറ്റിദ്ധരിപ്പിക്കൽ നടന്നിട്ട് പോലും ജനങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ജനങ്ങൾ ചിന്തിക്കുന്നത് ഇത് എന്തോ ഇസ്ലാമിന്റെ പാത തന്നെയാണ്, ഇസ്ലാമിന്റെ അന്തർധാരയാണ്, ഇസ്ലാമിന്റെ ഹക്കീക്കത്തായിട്ടുള്ള അന്തർധാരയാണ്, ആന്തരിക വശമാണെന്നൊക്കെ പഠിച്ചു വെച്ചിരിക്കുക. അവിടെ സഹോദരന്മാരെ, ഈ വിഷയം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന് പറയുന്ന ആ പദം അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നതിന് മുമ്പ് നമ്മൾ ആ പദത്തിന്റെ പവർ നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും ഒരു സ്വഹാബിമാര് സൂഫികളായി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൂഫി ആയിരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സൂഫിയാണെന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? തൊൽഹ റളിയല്ലാഹു അൻഹു സൂഫിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ പോലും ഇല്ലാത്തൊരു പദമാണ്. പിന്നീട് ആ പദം കടന്നു വരുന്നത് ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ. ആ പദം ലോകമെമ്പാടും പരന്ന് പന്തലിക്കാനുള്ള കാരണം നമ്മുടെ സത്യത്തിൽ നിലനിന്നിട്ടുള്ള സഹാബിമാര്, അവരെ പിന്തുടർന്ന താബീങ്ങൾ, അവർ ചില ഭരണാധികാരികളുടെ മേഖലകളിൽ നിന്ന് വിട്ടുനിന്നു. ചില ഭരണാധികാരികള് നമുക്കറിയാം, സത്യം പറഞ്ഞാൽ ഒന്നെങ്കിൽ ആലിമുകൾ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ അവരില്ലാതെയാക്കും, അല്ലെങ്കിൽ നാട് കടത്തും. അപ്പൊ ഭരണാധികാരികളുടെ സമ്പാദിക്കാനോ അല്ലെങ്കിൽ തെറ്റിതിരുത്താനോ 3 രീതിയിലുള്ള പണ്ഡിതന്മാർ രംഗത്ത് വന്നു. ഒന്ന്, അവരുടെ കൂടെ ആഡംബരത്തിന്റെ കൂടെ കൂടി. രണ്ടാമത്തെ ഒരു വിഭാഗം ചില കാര്യങ്ങൾ എതിർക്കുകയും ചില കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. മൂന്നാമത്തെ ഒരു വിഭാഗം ഇവരിൽ നിന്ന് മാറി നിന്നു. അവർക്ക് അവരുടെ റബ്ബും തമ്മിലുള്ള വിഷയം മനസ്സിലാക്കിക്കൊണ്ട് അവർ മാറുന്നു. അവരാണ് തസവുഫ് സ്വീകരിക്കുകയും ആ തസവുഫ് എന്ന് പറഞ്ഞ പദം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ സൂഫിസമായി മാറുകയാണ് ചെയ്തത്. ആ സൂഫിസത്തിന്റെ വക്താവിലേക്ക്, അല്ലെങ്കിൽ ആ സൂഫിസം എന്ന് പറഞ്ഞ പദത്തിലേക്ക് ഭാരതത്തിലെ ചിന്തകളും ഗ്രീക്ക് ചിന്തകളും പേർഷ്യൻ ചിന്തകളും കടന്നുകൂടി. അങ്ങനെയാണ് ജലാലുദ്ദീൻ റൂമിയുടെ ഈ പ്രശസ്തമായ കവിതകളും ഈ സൂഫിസത്തിന്റെ അടിസ്ഥാനധാരയായിട്ട് മാറും. അതുപോലെ തന്നെ ഇബ്നുൽ അറബി ഹല്ലാജി പോലെയുള്ള ആൾക്കാര് അവരുടെ വാദം തന്നെ അനൽ ഹഖ് എന്നായിരുന്നു. ഞാൻ തന്നെയാണ് ഹഖ്, ഞാൻ തന്നെയാണ് റബ്ബ് എന്ന് ഫിറഔൻ വാദിച്ച പോലെയുള്ള വാദമായിരുന്നു ഹല്ലാജ് വാദിച്ചത്. അബ്ബാസിയ ഭരണകൂടത്തിന്റെ ആ ഭരണാധികാരികൾ നിങ്ങൾ ഈ പറയുന്ന വാദത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ഇസ്ലാമിക ഭരണകൂടം നിലനിരുന്ന ആ സമയത്ത് തന്നെ അനൽ ഹഖ് എന്ന് വാദിച്ച ആ ഹല്ലാജിനെ അവർ തൂക്കിക്കൊല്ലുകയാണ്.
ഈ അനൽ ഹഖ് തന്നെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കലിമത്ത് തൗഹീദിന് പകരം ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ വാദം കൊണ്ടുവന്നത്. ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാതെ ഒന്നുമില്ല, അഥവാ സൃഷ്ടിയും സൃഷ്ടാവും ഇല്ല. ഉള്ളത് എന്ത് മാത്രം? അല്ലാഹു മാത്രം. അപ്പൊ സൃഷ്ടിയും സൃഷ്ടാവും ഇല്ല എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചു? ഭാരതത്തിന്റെ അദ്വൈതവാദത്തിലേക്ക് പോയി. സഹോദരന്മാരെ അദ്വൈതവാദത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വക്താക്കൾ ആരാണ്? സൂഫികളാണ്, അല്ലെങ്കിൽ ഷെയ്ഖന്മാരാണ് എങ്കിൽ അവർ പറയുന്നതാണ് നിയമം. അതുകൊണ്ടാണ് സൂഫി സംഗീതം നിങ്ങൾ കേട്ടിട്ടില്ലേ? സൂഫി നൃത്തം നിങ്ങൾ കേട്ടിട്ടില്ലേ? സൂഫി ദിക്റുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇതിലൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിലുള്ള ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ദിക്റുകളോ അതുപോലെ തന്നെ സ്വലാത്തുകളോ ഒന്നും അല്ല വന്നിരിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് കാണുന്ന സൂഫി സദസ്സുകളിൽ അവർ അവലംബിച്ചു കൊണ്ടിരിക്കുന്ന രീതികൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് യോഗവര. നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന യോഗവരയും സ്കൂളിലൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പതഞ്ജലി പഠിപ്പിച്ച യോഗവരയും യഥാർത്ഥത്തിൽ സൂഫികളുടെ സദസ്സിൽ ആത്മീയ ധ്യാനത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ പതഞ്ജലി മഹർഷി അത് ഉണ്ടാക്കിയപ്പോൾ യോഗയുടെ വിഷയം പറയുമ്പോൾ നമുക്ക് കാണാം, സൂര്യോദയത്തിന് മുമ്പും അസ്തമയത്തിന് ശേഷവുമായി അത് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പറ്റുമോ? തന്നെയുമല്ല, കാന്തിക പ്രഭാവം ഉള്ളതുപോലെ അതിന്റെ ഡയറക്ഷൻ വരെയും കേട്ടോ വടക്കോട്ടായിരിക്കണം, നോർത്ത് പോയിട്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ വരെ എന്തിനുണ്ടോ? സൂഫി സദസ്സുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഇസ്ലാമുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് ഇന്ന് നമ്മൾ കാണുന്ന ഈ സാമൂഹ്യ കുടുംബ രാഷ്ട്രീയ മേഖലകളിൽ നിന്നെല്ലാം മുസ്ലിം സഹോദരങ്ങളെ അല്ലെങ്കിൽ മുസ്ലിങ്ങള് അതിൽ നിന്ന് മാറി ഒറ്റപ്പെട്ട് ആത്മാവ് റബ്ബ് എന്നുള്ള രീതിയിൽ ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് സൂഫികൾ കൊണ്ടെത്തിച്ചു. ഏതുപോലെ നിങ്ങൾ ലോകത്ത് ധാരാളം സൂഫികളുണ്ട്, ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ലോകത്ത് നടക്കുന്ന ഏതെങ്കിലും അധർമ്മത്തെ പറ്റിയോ ഏതെങ്കിലും അക്രമത്തെ പറ്റിയോ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന അഴിമതികളെ കുറിച്ചോ ക്രൂരമർദ്ദനങ്ങളെ പറ്റിയോ കൊലപാതകങ്ങളെ പറ്റിയോ പ്രതികരിക്കാൻ എവിടെയെങ്കിലും ഒരു സൂഫി തയ്യാറായിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കണം. അതാണ് ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ടുള്ള ആൾക്കാരെ വളർത്തിക്കൊണ്ടുവന്ന സൂഫിസം എന്ന് പറയുന്നത്. അവരും അവരുടെ ആൾക്കാരും ഒതുങ്ങിക്കൂടി ഒന്ന് ജീവിച്ചു പോകണം. നാട്ടിലോ കുടുംബത്തിലോ വീട്ടിലോ എന്ത് അധാർമിക പ്രവർത്തനങ്ങൾ നടന്നാലും അഴിമതികൾ നടന്നാൽ അതിനെതിരെ പ്രതികരിക്കരുത്. അപ്പോൾ പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹമായിട്ട് നിങ്ങൾ മാറണം എന്ന ഇസ്ലാമിന്റെ ശത്രുക്കളുടെ അജണ്ടയിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഈ സൂഫികൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരന്മാരെ ലോകത്ത് എത്രത്തോളം മനുഷ്യരുണ്ട് നമുക്ക് എണ്ണിയാൽ തീരുമോ? മനുഷ്യരുടെ എണ്ണം കറക്റ്റായിട്ട് നമ്മൾ ഇന്ന് എടുക്കുന്നെന്ന് പറയുമ്പോൾ പോലും അതിന്റെ വ്യക്തമായ ചരിത്രം നമുക്ക് കിട്ടുന്നില്ല. അത്രത്തോളം കോടിക്കണക്കിന് മനുഷ്യരുടെ ഇടയിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, നിങ്ങളെ അല്ലാഹു തിരഞ്ഞെടുക്കുന്നു. നിങ്ങൾ എന്തായിട്ട് സെലക്ട് ചെയ്തെടുത്തിരിക്കുന്നു ഇത്രയും ജനങ്ങളിൽ നിന്ന്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, നമ്മളെ അല്ലാഹു വെറുതെ സെലക്ട് ചെയ്തെടുത്തല്ല. ആ സെലക്ട് ചെയ്തെടുത്ത നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങളുടെ ദീനിൽ അല്ലാഹു നിങ്ങളെ സെലക്ട് ചെയ്തെടുത്തു എന്ന് മാത്രമല്ല, നിങ്ങൾക്കൊരു പ്രയാസവും അവർ സൃഷ്ടിച്ചിട്ടില്ല. മില്ലത്ത് അബീക്കും ഇബ്രാഹിം, അതാണ് നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാർഗം എന്ന് പറയും. അതിനുശേഷം അല്ലാഹു നിങ്ങൾക്കൊരു പേര് തന്നിട്ടുണ്ട്, നിങ്ങൾക്കും അഥവാ അല്ലാഹു സെലക്ട് ചെയ്തെടുത്ത ഒടാനുകോടി ജനങ്ങളിൽ നിന്ന് അല്ലാഹു തെരഞ്ഞെടുത്ത ഒരു വിഭാഗമായിട്ടുള്ള വളരെ കുറച്ച് മാത്രമുള്ള നിങ്ങൾക്ക് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാർഗമാണ്. നിങ്ങൾക്കൊരു പേര് തന്നിട്ടുണ്ട്, മുസ്ലിമീൻ. ആ പേരാണ് മുസ്ലിം എന്ന് പറയുന്നത്. സഹോദരന്മാരെ ആ പേരിന് പകരം അല്ലാഹു നിങ്ങളെ സെലക്ട് ചെയ്ത് എടുത്തിട്ട് ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു പേര്, അല്ലാഹുവിനെ അനുസരിക്കുന്നവൻ എന്നുള്ളൊരു പേര് നിങ്ങൾക്ക് തന്നിട്ട് ആ പേരിനേക്കാൾ നല്ലതാണ് സൂഫി എന്ന് പറയുന്ന പേര് എന്ന്
ഇസ്ലാമിന്റെ ശത്രുക്കൾ ലോകത്ത് അല്ലെങ്കിൽ മറ്റുള്ളവര് ആൾക്കാർ പറയുകയാണ് കേട്ടാ സമാധാന പ്രിയക്കാർ അവരാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വിശ്വാസത്തിലേക്ക് വിശ്വാസികളെ നമ്മൾ കടന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് അല്ലാഹു നമുക്ക് തെരഞ്ഞെടുത്ത് തന്ന ഈ ഉത്കൃഷ്ടമായ നാമം, ആ നാമത്തിലുള്ള മുസ്ലിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് അല്ലാഹു നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും എല്ലാ ദേഹവും മരണം ആസ്വദിക്കുന്നതാണ് എന്ന് പറയുന്ന മരണത്തെ കുറിച്ച് സൂചിപ്പിച്ചതിന് ശേഷം അല്ലാഹു പറഞ്ഞെന്താ, വഇന്നമാ തുവഫൂന ഉജൂറകും യൗമൽ ഖിയാമ, നിങ്ങളുടെ പ്രതിഫലങ്ങൾ ഉയർത്തുന്നേൽപ്പിന്റെ നാളിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടുകയുള്ളൂ. നമ്മൾ ഇഹലോകത്ത് ജീവിക്കണം, സൃഷ്ടാവും സൃഷ്ടിയുമുണ്ട്. സൃഷ്ടികൾ ഏതെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ, ഇന്നമാ തുവഫൂന ഉജൂറകും യൗമൽ ഖിയാമ, മരണമെന്ന് പറയുന്നത് മനുഷ്യന്റെ അവസാനമല്ല. നമ്മൾ ഈ ഇഹലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ റിസൾട്ട് പൂർണ്ണമായി നമുക്ക് ലഭിക്കുന്നത് എപ്പോഴാണ്? ഖിയാമത്തിന് ശേഷമാണ്. അപ്പൊ സൃഷ്ടിയും സൃഷ്ടാവും ഇല്ല എന്നൊരു വാദം ഇസ്ലാമിൽ ഇല്ല. നമ്മൾ മനസ്സിലാക്കണം. സഹോദരന്മാരെ നിങ്ങൾ നോക്കൂ, നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താ? നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ പള്ളിയിലേക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും പിന്നെ ഇന്ന ചടങ്ങുകൾ നടത്തണം. ഇനി ആ ചടങ്ങുകൾ നടത്തില്ല എങ്കിൽ പിന്നീട് പറയുന്ന പ്രശ്നങ്ങൾ എന്താ? ഭാരതീയ ചിന്ത കടന്നു വരും, വസ്തുധാര കടന്നു വരും. നിങ്ങളുടെ അടുക്കള അവിടെ നിന്ന് മാറ്റണം, ആ അടുക്കളയിൽ ഇരിക്കുന്ന ഡോർ ഉണ്ടല്ലോ അത് ഇങ്ങോട്ട് തിരിച്ചു വെക്കണം. ഇതാണ് എന്ത്? ഭാരതീയ പേർഷ്യൻ ചിന്തകൾ നമ്മൾക്ക് കടന്നു വരികയാണ്. ഭാരതീയ ചിന്തകൾ കടന്നിട്ട് പേർഷ്യൻ ചിന്തകൾ കഴിഞ്ഞിട്ട് അതിനുശേഷം നമുക്ക് നമ്മുടെ മക്കൾക്ക് ലോകം വന്നു വീണ്ടും പേർഷ്യക്കാരായിട്ടുള്ള ഇറാനിയക്കാരുടെ ചിന്ത കടന്നു വരും. നിങ്ങൾ ഇന്ന ദർഗയിലേക്ക് എന്തെങ്കിലും ഒരു നേർച്ച നടത്തണം. സഹോദരന്മാരെ ഇതൊന്നുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകാനുള്ള കാരണങ്ങൾ നമ്മുടെ പരിശുദ്ധമായ ദീന് സൂഫിസം എന്ന് പറഞ്ഞതിന്റെ പേര് ഇവിടെ പടർന്ന് പന്തലിച്ചിരിക്കരുത്. അത് നമുക്ക് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടായുള്ള രീതിയിലാണ് പോകുന്നത്. അവിടെ സഹോദരന്മാരെ ഇത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള കാര്യം നമുക്ക് തിരിച്ചറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം, വഫാത്താവുന്നതിന് മുമ്പ് മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന കള്ളപ്രവാചകൻ വന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന വ്യക്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എനിക്കും നിങ്ങൾക്ക് ഇറങ്ങുന്നത് പോലെയുള്ള വഹി ഇറങ്ങുന്നുണ്ട്, സൂറത്തുകൾ ഇറങ്ങുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഗോത്രത്തിലെ അദ്ദേഹം അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് ഇറക്കപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ഫീൽ. നമ്മുടെ പരിശുദ്ധ ഖുർആനിലുള്ള ഫീലല്ല. മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തിറങ്ങി? സൂറത്തുൽ ഫീൽ എന്ന് പറഞ്ഞ സൂറത്തുണ്ട്. അതുപോലെ അദ്ദേഹത്തിന് സൂറത്തുൽ ദിഫ്ത, ഫ്രോഗ് അല്ലെങ്കിൽ കപ്പ എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്. അപ്പൊ ഈ സൂറത്തുൽ ഫീൽ ജനങ്ങൾക്ക് അയാൾ ഒതുക്കി കൊടുക്കുകയാണ്. ഞാനും ഒരു റസൂലാണ്, ഞാനും ഒരു പ്രവാചകനാണ്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ പരിശുദ്ധമായ ദീനെ ഖുർആനും സുന്നത്തും ഒരു ഭാഗത്ത്, മറ്റ് ആദർശം മനുഷ്യരുണ്ടായിട്ടുള്ള ആദർശം മറുഭാഗത്ത് വരുമ്പോൾ ഇവിടെ സ്വഹാബികൾ എടുത്ത തീരുമാനം എങ്ങനെയാണ്? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനം നിലനിൽക്കണമെങ്കിൽ എങ്ങനെയാണ് സ്വഹാബിമാർ പ്രതികരിച്ചത്? അപ്പോൾ ഈ ഇദ്ദേഹത്തിന്റെ ഫീൽ എന്ന് പറഞ്ഞ സൂറത്തിൽ അദ്ദേഹം എന്താ പറഞ്ഞത്? അൽ ഫീൽ വമാ അദ്റാകമാ ഫീൽ. ആന എന്ന് പറഞ്ഞാൽ എന്താണ്? ആനയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ലഹു ഖുർദൂം, അതിന് തുമ്പിക്കൈയുണ്ട്, തൊബീലായിട്ടുള്ള ഈ തുമ്പിക്കൈയുണ്ട് എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തെ ഒരു സൂറത്തിറങ്ങി. കുറെ ആൾക്കാർ ഇതിലൊക്കെ ആകർഷകരായി. തന്നെയുമല്ല ഇദ്ദേഹം ലിഫ്തി എന്ന് പറഞ്ഞാല് കപ്പേനെ പ്രകീർത്തിക്കുന്ന ഒരു സുഹൃത്ത്. അതിൽ പറയുന്നത് ജലത്തെ മലിനമാക്കുന്ന ലിഫ്റ്റ്, അതിന് അഭിസംബോധന കൊണ്ടുള്ള സുഹൃത്ത്. ഒരിക്കലും ഇദ്ദേഹത്തിന്റെ അനുയോജകന്മാരോട് ഈ ലിഫ്റ്റ് എന്ന് പറഞ്ഞ കവിത ഇത് ഖുർആൻ ആയത്ത് ഓതി കൊടുത്തു. അദ്ദേഹത്തിന് ഇറങ്ങി എന്ന് പറഞ്ഞ്
ആയത്. ഏതുപോലെ നമ്മുടെ ഈ ഇന്ത്യയിൽ വന്ന മിർസാ ഗുലാമിനെ വകി ഇറങ്ങിയത് ഏത് ഭാഷയിലാണ്? ഇംഗ്ലീഷ് ഭാഷയിൽ. കക്കൂസിൽ വീണ് മരിച്ചു പോയിട്ടുള്ള മിർസാ ഗുലാം, അദ്ദേഹത്തിനെ വകി ഇറങ്ങിയത് ഇംഗ്ലീഷ് ലാംഗ്വേജ്. എന്തായാലും ഈ മുസൈലിമത്തുൽ കദ്ദാബിനെ വകി ഇറങ്ങിയത് അറബി ഭാഷയിൽ തന്നെ. അങ്ങനെ ഇദ്ദേഹം ഇതിന്റെ അനുചരന്മാരോട് ചോദിച്ചു, എങ്ങനെയുണ്ട് എനിക്കറിഞ്ഞ ഈ ലിപ്തയിൽ? അപ്പോൾ അവർ തന്നെ പറഞ്ഞു കൊടുത്തു, നീ കള്ളനാണെന്ന് ഞങ്ങൾക്കറിയാമല്ലോ. സഹോദരന്മാരെ, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ അധ്യാപനങ്ങള് നിറവേറ്റിക്കൊണ്ടിരുന്ന, ഹൃദയത്തിൽ നിറവേറ്റിക്കൊണ്ടിരുന്ന ബഹുമാനായിട്ടുള്ള സ്വഹാബിയായിരുന്നു സുമാബത്ത് ഇബ്നു ഉസാൻ റളിയല്ലാഹു അൻഹു. ആ മഹാന്റെ ചരിത്രം ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിലുള്ളതും അതുപോലെ ലോകമെമ്പാടും മുസ്ലിം സഹോദരന്മാരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ തീവ്രവാദികളാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഭീകരവാദികളാണ് എന്ന് പറയുന്നവർക്കുള്ള ഒരു മറുപടിയാണ് ഉസാമത്ത് ബിൻ സുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ആ സ്വഹാബി യമാമയിലെ ഭരണാധികാരിയായി. ആ യമാമയിലെ ഭരണാധികാരിയായിരുന്ന ഈ സുമാബത്ത് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹിയുടെ അടിസ്ഥാനത്തിലുള്ള ഈ ദീൻ പ്രവാചകൻ പ്രബോധനം ചെയ്തപ്പോൾ അതിനെ ലെറ്റർ അയച്ചുകൊണ്ട ആ ആൾക്ക് സ്വഹാബിമാരെയും അതുപോലെ തന്നെ ആ കത്തും കീറിക്കളഞ്ഞ വ്യക്തിയാണ് ആര്? അവരെ മർദ്ദിക്കുകയും ഈ കത്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്ത് കീറിക്കളയും അധിക്ഷേപിക്കുകയും ചെയ്ത വ്യക്തിയാണ് സുമാമത്ത് ഇബ്നു ഉസാൻ റളിയല്ലാഹു അൻഹു. ഇനി ഇദ്ദേഹം അങ്ങനെ ചെയ്ത് നിർത്തിയില്ല, മുസ്ലിങ്ങളെ ആക്രമിച്ചുകൊണ്ടിരുന്നു. പ്രവാചകന്റെ അനുചരന്മാരെ ധാരാളം ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയി നിർദ്ദയം വധിക്കുക. പിന്നെ അവസാനം അദ്ദേഹം ഒരു പ്ലാൻ ചെയ്തു, ഈ പ്രവാചകൻ ഇങ്ങനെ വിട്ടാൽ, മുഹമ്മദ് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനും സുമാമത്ത് ഇബ്നു ഉസാൻ റളിയല്ലാഹു അൻഹു പ്ലാൻ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹം ഉംറ ചെയ്യുവാനായിട്ട് ഇങ്ങോട്ട് വരുന്നത്, മക്കയിലേക്ക് വരുന്നത്. ആ സമയത്താണ് ഇദ്ദേഹത്തെ ആര്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാര് ഒരു അഭിജിതനായിട്ടുള്ള വ്യക്തിയായിട്ടുള്ള ഈ വ്യക്തിയെ പിടിച്ചുകൊണ്ട് പോകുന്നു. അവസാനം ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മനസ്സിലാകുന്നു, പ്രവാചകന്റെ അനുയായികളോട് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നു, ഇത് ഒരു ഭരണാധികാരിയാണ്, ഇദ്ദേഹത്തോട് എങ്ങനെ പെരുമാറണമെന്ന് പെരുമാറ്റ രീതികൾ പഠിപ്പിക്കുന്നു. പ്രവാചകന്റെയും അനുചരന്മാരുടെയും പെരുമാറ്റ രീതികൾ കണ്ട് അവസാനം ഈ സുമാമത്ത് ഇബ്നു ഉസാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഇങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സുമാമത്ത് ഇബ്നു ഉസാൻ റളിയല്ലാഹു അൻഹു അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം മുസൈലിമ, ഈ സൂറത്തുൽ ഫീൽ കപ്പയുടെയൊക്കെ സൂറത്തറിഞ്ഞ ഉസാമ ശക്തി പ്രാപിച്ചു. മുസൈലിമ ശക്തി പ്രാപിച്ചു. അദ്ദേഹത്തിന്റെ ഗോത്രത്തിൽ ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞിങ്ങനെ ദേവത ചെയ്യും. ആ സമയത്ത് സുമാമത്ത് ഇബ്നു ഉസാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഇത് നമ്മൾ പഠിച്ചു വെക്കണം. നമ്മുടെ നാട്ടിൽ ഇന്ന് മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള ആദർശങ്ങള്, കിതാബുകൾ ഒരു വശം, അഥവാ ഏതുപോലെ മുസൈലിമത്തുൽ കദ്ദാബ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആദർശം ഒരു ഭാഗത്ത്, അത് കണ്ടുകൊണ്ട് സുമാമത്ത് ഇബ്നു ഉസാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അത് എതിർക്കുകയാണ്. എങ്ങനെ എതിർത്തു? എന്താണോ അദ്ദേഹത്തിന് ഇറങ്ങിയത് ആ കാര്യം പഠിച്ചിട്ട് ജനങ്ങളെ പ്രബോധനം ചെയ്തു. ഇദ്ദേഹം നിങ്ങളെ നയിക്കുന്നത് ഇരുട്ടിലേക്കാണ്, അന്ധകാരത്തിലേക്ക്. അദ്ദേഹം പറയുന്ന സൂറത്ത് ഫീൽ ഇങ്ങനെയാണ്, പരിശുദ്ധ ഖുർആനിൽ പറയുന്ന സൂറത്ത് ഇങ്ങനെയാണ്. ഇങ്ങനെ സുമാമത്ത് ഇബ്നു ഉസാൻ റളിയല്ലാഹു അൻഹു ജനങ്ങളെ തിരുത്തുകയാണ്. തിരുത്തുന്നതിന്റെ കൂടെ തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ അലീം. സുമാമത്ത് ഇബ്നു ഉസാൻ റളിയല്ലാഹു അൻഹു ജനങ്ങളോട് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ കേട്ടിട്ടുള്ള, അവർക്ക് പരിശുദ്ധ ഖുർആനിലെ മുഅ്മിൻ എന്ന് പറയുന്ന സൂറത്ത് ഓതി കൊടുക്കുകയാണ്. ഗാഫിരിൽ ദംബി വഖാബിലിത് തൗബി ശദീദിൽ ഇഖാബിൽ തൗൽ ലാ ഇലാഹ ഇല്ലാ ഹുവ ഇലൈഹിൽ മസീർ. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അറിയണേ, ഈ ഗ്രന്ഥത്തിന്റെ അവതരണം
അസീസായിട്ടുള്ള അതുപോലെ തന്നെ പ്രതാപിയും സർവജ്ഞനുമായിട്ടുള്ള അല്ലാഹുവിൽ നിന്നാണ്. എങ്ങനെയുള്ള അല്ലാഹു? ഗാഫിലിദ്ദംബ്, അവൻ പാപം പൊറുക്കുന്നവനാണ്. വഖാബിലിത്തൗബ്, ശദീദുൽ ഇഖാബ്, ദിൽ തൗബ്. മൂന്ന് വിശേഷണങ്ങൾ പറഞ്ഞു. അല്ലാഹു പാപം പൊറുക്കുന്നവനാണ്, പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ്, വിപുലമായ കഴിവുള്ളവനുമാണ് അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്ന് സൂഫികൾ പറയുന്ന വാക്യമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനല്ലാതെ ആരാധനയില്ല. ഇലൈഹിൽ മസീർ, അവനിലേക്കാണ് നമ്മളുടെ മടക്കം. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ഇത് തിരിച്ചറിയണം. സ്വഹാബിമാരുടെ ദാവത്ത് ഇങ്ങനെയായിരുന്നു. പരിശുദ്ധമായ ഇസ്ലാമിന്റെ പേര് ലോകത്തിന്റെ നേതാവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശത്തിന് വിരുദ്ധമായി ഒരു കാര്യം കടന്നു വന്നാൽ സ്വഹാബിമാർ എന്ത് ചെയ്തു? അവർ ഖുർആൻ എടുത്ത് ജനങ്ങളെ ഓതി കേൾപ്പിച്ചു. അവർ എന്ത് തിന്മയാണോ പഠിപ്പിച്ചത് അതും പറഞ്ഞു കൊടുത്തു. രണ്ടും താരതമ്യം ചെയ്ത് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു. ജനങ്ങൾ അതിൽ നിന്ന് പിന്മാറി. മുസൈലിമത്തിൽ കദ്ദാബ് പിന്മാറിയില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കി. ജനങ്ങൾക്ക് മാറ്റമുണ്ടായി. മുസൈലിമത്തിൽ കദ്ദാബ് പിന്നെയും തുടർന്ന് അദ്ദേഹത്തിന് ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു യുദ്ധത്തിലാണ് വധിക്കുന്നത്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇതാണ് ഇസ്ലാമിന്റെ വിഷയം. പ്രവാചകന്റെ അധ്യാപനത്തിന് വിരുദ്ധമായിട്ടൊരു കാര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞ് പരിശുദ്ധ ഖുർആൻ എടുക്കണം, ഹദീസുകൾ എടുക്കണം, അത് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാതെ നാട്ടിൽ നടക്കുന്ന സൂഫിസം അതിന്റെ പുറകെ നടന്നിട്ട് അത് ജനങ്ങളെ പഠിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, എത്രത്തോളം അപകടം പിടിച്ച കാര്യമാണ് സൂഫിസം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. എല്ലാ ആൾക്കാരും കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ നടന്നു. ഒരു പെണ്ണ് സൂഫിസത്തിന്റെ വക്താവോട് ചോദിക്കുകയാണ്, നിങ്ങള് മുസ്ലിങ്ങൾ സൂഫികളായിട്ട് മാറിയ നല്ല സമാധാനത്തിന്റെ ആൾക്കാരായി അല്ലെ? ചിന്തിക്കണം സഹോദരന്മാരെ, സഹോദരിമാരെ. പരിശുദ്ധമായ ഇസ്ലാം എന്താ പഠിപ്പിച്ചത്? മുഖ്യധാരയിട്ടുള്ള കുടുംബത്തിൽ നിന്നോ അതുപോലെ തന്നെ നാട്ടിലെ വിഷയങ്ങളിൽ നിന്നോ സാമൂഹ്യ പ്രശ്നങ്ങളിൽ നിന്നോ രാഷ്ട്രീയ കാര്യങ്ങളിൽ നിന്നോ വിട്ടുനിൽക്കാനല്ല. അവർ കുടുംബം നോക്കണം, വീട് നോക്കണം, അതുപോലെ തന്നെ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടണം. രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ പദവി വഹിക്കാൻ കഴിയില്ല, അതൊക്കെ ചെയ്യണം. സൂഫികൾ ചെയ്യുന്നതും ഇതിനൊന്നും കഴിവില്ലാത്തവനായിക്കൊണ്ട് നമ്മളെ മാറ്റിയെടുക്കുന്നു. പ്രതികരണ ശേഷിയില്ലാത്ത മുസ്ലിങ്ങളായിക്കൊണ്ട് നമ്മളെ മാറ്റിയെടുക്കുന്നു. ഇത് ഇന്ത്യ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രീതി തന്നെ ഇതാണ്. മുസ്ലിങ്ങൾ എത്രത്തോളം അവിടെ ഉണ്ട് സഹോദരന്മാരെ? എന്തേ ഇവർക്ക് പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടവരായി പോയി? എന്തേ ഉത്തരേന്ത്യയിൽ പല സംഭവങ്ങൾ നടക്കുമ്പോൾ അവിടെ പ്രതികരിക്കുന്ന ശേഷി ഇല്ലാത്ത ആൾക്കാരായിട്ട് മാറാനുള്ള കാരണം എന്താ? ഈ സൂഫിസം പരിശുദ്ധമായ ഇസ്ലാമിന്റെ പേരിൽ നമ്മളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു, നമ്മൾ പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്നു. ചിന്താശേഷി നഷ്ടപ്പെട്ട ഒരു വിഭാഗമായി മാറാതിരിക്കണമെങ്കിൽ പ്രബോധനം ചെയ്തതുപോലെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞുകൊണ്ടും തിരുസുന്നത്ത് പറഞ്ഞുകൊണ്ടും ജനങ്ങളെ ഉദ്ബോധിപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെയുള്ള വിശ്വാസങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുക. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ പ്രവാചകന്റെ സ്വഭാവം, ബിഹേവിയർ കണ്ടിട്ടാണ് സമാബത്തിന് ദീനിലേക്ക് കടന്നു വന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള നമ്മുടെ പ്രവാചകന്റെ സ്വഭാവം, ആ പ്രവാചകന്റെ സ്വഭാവത്തിന് നമ്മൾ അർഹരായി മാറണമെങ്കിൽ നമ്മൾ അതേപോലെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തണം. ജനങ്ങള് നമ്മുടെ പ്രവാചകനെയും സ്വഭാവത്തിനെ കുറിച്ച് കേൾക്കുന്നില്ല. നിങ്ങള് പ്രഭാഷണങ്ങളൊക്കെ കേട്ടു നോക്കിയാൽ ഇന്ന മഹാൻ, ഇങ്ങനെ മഹാൻ, ഇന്ന കഥാവ്, ഇതിങ്ങനെ പറഞ്ഞു നടക്കില്ല. സ്വഭാവത്തിന്റെ വിഷയങ്ങളോ പ്രവാചകന്റേതായിട്ടുള്ള അധ്യാപനങ്ങൾ ജനങ്ങൾ കേൾക്കുന്നില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ വരുന്ന ഞായറാഴ്ച
4 മണി മുതൽ 10 മണി വരെ നമ്മുടെ ഓമഞ്ചൂര് നമ്മുടെ ഇസ്ലാമിക പ്രഭാഷണങ്ങൾ നടത്തുന്നത്. അവിടെ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണം. കാരണം ഓമഞ്ചൂർ എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്ക് അറിയാം, ഒരു തൗഹീദിന്റെ പള്ളിയില്ലാത്ത സ്ഥലമാണ്. അപ്പൊ ആദ്യമേ നമ്മൾ ഈ പ്രവർത്തനത്തിൽ നമ്മൾ ഇവിടെ നിന്ന് പങ്കെടുത്തെങ്കിൽ മാത്രമേ നമ്മൾ ഇവിടെ ഒരു ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ വെച്ചാൽ അവിടെ നിന്നുള്ള ആൾക്കാർ നമ്മൾ ക്ഷണിക്കുകയുള്ളൂ. അതുകൊണ്ട് അവര് നമ്മളോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, നമുക്കതിനെ സമയം കണ്ടെത്തി നമ്മൾ ഈ സംഘടനകൾക്ക് ഉപരിയായിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും പ്രബോധനം ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. എന്തുകൊണ്ടെന്നാൽ ഇത് നിങ്ങൾ കാണുന്ന തൗഹീദിന്റേതായ ചില ആൾക്കാർ തന്നെ ഇതിന്റെ ഇടക്കോട്ട് വന്നിട്ട് തൗഹീദ് പ്രബോധനം എന്ന് പറഞ്ഞിട്ട് സാമ്പത്തിക ശുദ്ധിയില്ലാത്തവരായിരിക്കും. ഇസ്ലാമിന്റെ പ്രവാചകന്റെ പേരിൽ ഒരു വിഭാഗം ആൾക്കാർ അന്ധവിശ്വാസം അനാചാരവും ചെയ്തിരിക്കുന്ന അതിന്റെ പേരിൽ കടന്നു വന്ന ആൾക്കാരാണ്. രണ്ടാമത്തെ കാരണം, നമുക്ക് കേരളത്തിൽ ആലുവ ത്വരീഖത്തുണ്ട്. ആലുവ ത്വരീഖത്തുകാർ പറയുന്നത്, നിങ്ങൾ ആരും ആലുവ ത്വരീഖത്തിൽ ചേർന്നില്ല എങ്കിൽ നിങ്ങൾ മുസ്ലിമേ ആവുന്നുള്ളൂ, മുഅ്മിനീനാവുന്നില്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ഇങ്ങനെ മുഅ്മിനീന്റെ ലക്ഷണം പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. ത്വരീഖത്തിന്റെ ആൾക്കാർ എന്താ പറഞ്ഞ, ഞങ്ങളുടെ ത്വരീഖത്തിൽ ചേർന്നില്ല നിങ്ങൾ മുസ്ലിം ആവും, മുഅ്മിനീനാകും. ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അത് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി തൗഹീദിലേക്ക് വന്നിട്ട് ഇതിൽ വന്നിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കുക, കോംപ്ലക്സ് ഉണ്ടാക്കുക, സാമ്പത്തിക ദുർവിനിയോഗം ചെയ്യുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, ഇതിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിൽക്കണം. കാരണം നമുക്ക് സാമ്പത്തിക വിശുദ്ധി ഇല്ലെങ്കിൽ പോയി വേറെ എന്തെങ്കിലും ചെയ്തോ തൗഹീദിന്റെ പേരും പറഞ്ഞ് ഇതിലേക്ക് വന്നിട്ട് നമ്മൾ സാമ്പത്തിക വിശുദ്ധി കാത്തു സൂക്ഷിച്ചില്ല എങ്കിൽ അത് വളരെ അപകടകരമാണ്. അങ്ങനെ സാമ്പത്തികം ഉണ്ടാക്കണമെങ്കിൽ സമസ്തയിലേക്ക് ചേർന്നാൽ പോലെ, ഏതെങ്കിലും പള്ളിയിൽ അംഗമെടുത്താൽ പോലെ, ഏതെങ്കിലും ദീർഘയില് സമ്പത്തുള്ള ആൾക്കാർ പോയി മെമ്പർഷിപ്പ് അന്നാരം കൊടുക്കും. എത്രയും ഉണ്ടാക്കും, ആരും ചോദിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സഹോദരന്മാരെ നമ്മള് തൗഹീദ് മനസ്സിലാക്കിയ ആൾക്കാർ നമ്മൾ സാമ്പത്തിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരാണ്. ആ സാമ്പത്തിക വിശുദ്ധി കാത്തു സൂക്ഷിക്കാത്തവരാണ് എങ്കിൽ പിന്നെ അതേ പാതയിൽ നിന്നിട്ട് കാര്യമില്ല, അള്ളാഹു ഓരോന്നും പുറത്ത്. അതുകൊണ്ട് നമ്മൾ കുറച്ചാൾക്കാർ മതി. കുറെ ആൾക്കാർ വന്നിട്ട് ആ എത്രത്തോളം നമുക്ക് സൂക്ഷിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള ആൾക്കാർ വേണം ദാവത്തിന്റെ പുറമെ ദാവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി. അല്ലെങ്കിൽ നമ്മളെ കാണിച്ചിട്ട് കണ്ട അവനിന്നാണ്, അവനെന്നെ ഇത് വന്നപ്പോൾ, ഇന്ന ഭക്ഷണം വന്നപ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കൊറിയുടെ വിഷയം വന്നപ്പോൾ ഇന്ന് കാണിച്ചാൽ അത് അവസാന കിയാമത്ത് നാളെ വരെ നിൽക്കും. തൗഹീദിന്റെ ആൾക്കാരായതുകൊണ്ട് അവിടെ സമസ്തക്കാരൻ തെറ്റിയത് അത് തെറ്റാകുകയില്ല. അതേസമയം നിങ്ങൾ തൗഹീദിന്റെ ആൾക്കാർ അല്ലാഹു മുസ്ലിമായിട്ട് സെലക്ട് ചെയ്തെടുത്തു വീണ്ടും ഹിദായത്തിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ അവസരം തന്നിട്ട് അതിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോയാൽ പിന്നീട് നമ്മളെ പറയേണ്ട ആകാശത്തിൽ നിന്ന് വീണ പോലെ. അതുകൊണ്ട് സഹോദരന്മാരെ അതുകൊണ്ട് നമ്മൾ തൗഹീദിന്റെ വക്താക്കൾ വളരെ സൂക്ഷിക്കണം. നമ്മൾ അങ്ങനെ നമ്മളൊരു ഇസ്ലാമിക പ്രബോധനം ഓമഞ്ചൂർ നടത്തുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി അതിനുവേണ്ടി പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ നിയ്യത്ത് വെക്കണം. നമ്മൾ പോകാമെന്ന് മനസ്സ് വെച്ചാൽ അല്ലാഹു നമ്മളെ അതിൽ കൊണ്ട് എത്തിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ സൂഫി എന്ന് പറയുന്ന വിഷയങ്ങൾ നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് സംസ്കൃതത്തിൽ നിന്ന് അതിന്റെ ക്ലാസ്സുകൾ കിട്ടണം. ഇൻഷാ അല്ലാഹ് നമ്മളത് പള്ളിയിൽ നമ്മൾ അത് എടുത്തു തരാം. എന്നാലാണ് നമുക്ക് ഈ സൂഫിസം ശരിക്ക് ഇസ്ലാമിന്റെ ശത്രുക്കൾ നമ്മളിലേക്ക് കടത്തിക്കൂട്ടുക എന്ന് മനസ്സിലാക്കുക. അത് മിമ്പറിൽ നിന്ന് വിഭജിക്കാൻ പറ്റുന്ന വിഷയമല്ല. അത് നമ്മൾ ശരിക്കും പഠിക്കണം. ഏതുപോലെ സുമാമത്തിന് റളിയല്ലാഹു അൻഹു ആ അന്ധവിശ്വാസം ആ മുസൈലിമയുടെ എടുത്തിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് പറയുന്ന പോലെ അതെന്താണ് അന്ധവിശ്വാസം, പ്രവാചകൻ എന്താണ് പഠിപ്പിച്ചത്, രണ്ടും നമ്മൾ താരതമ്യം പഠിക്കുമ്പോഴാണ് പ്യൂർ ആയിട്ടുള്ള ഈ വിശ്വാസം നമുക്ക് കിട്ടുന്നത്. കാരണം അത് ഇടകലർന്നിരിക്കുകയാണ്. ഒരു സൂഫി എന്നുള്ള വാക്കിനല്ല പവർ, മുസ്ലിം എന്നുള്ള വാക്കിനാണ് പവർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു തെരഞ്ഞെടുത്ത ഉത്കൃഷ്ടമായ പദത്തെ അല്ലെങ്കിൽ ആ ഉത്കൃഷ്ടമായ പവറുള്ള ആ വാക്കിനെ തമാശാക്കുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും വളരാൻ പാടില്ല. ആ മുസ്ലിം എന്നുള്ള പദം എന്നും സത്യത്തിന്റെ പാതയിൽ ഉയർന്നു നിൽക്കുന്ന പദമാണ്. അവരൊരു മുസ്ലിമാണ് എന്ന് കേൾക്കുമ്പോൾ പ്രവാചകരെയും സ്വഹാബത്തിനെയും എങ്ങനെയാണ് ജനങ്ങൾ ഇഷ്ടപ്പെട്ടത് അതുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്
اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.